നമസ്കാരം. രണ്ടാം ദിവസത്തെ മാജിക് പ്രാക്ടീസിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ ഈ ഒരു പ്രാക്ടീസ് ചെയ്തപ്പോൾ നിങ്ങളൊരു കാര്യം വ്യത്യാസം, നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾക്കൊരു ആറ്റിറ്റ്യൂഡിൽ നല്ല രീതിയിൽ ചേഞ്ചസ് ഓരോ ദിവസവും പ്രാക്ടീസ് ചെയ്യുമ്പോൾ വരണമെന്ന് നിങ്ങൾക്ക് കാണാൻ പറ്റും. രണ്ടാമത്തെ ദിവസം ചിലപ്പോൾ നിങ്ങൾ ഒരു മെക്കാനിക്കലായിട്ടൊക്കെ ആയിരിക്കും ചെയ്യണേ. എങ്കിലും നമ്മളിത് എന്തിനു വേണ്ടിയാണ് ചെയ്യണമെന്ന് അറിയാമോ? ചാൾസ് ഡിക്കൻസ് എന്ന എഴുത്തുകാരനുണ്ട്. അദ്ദേഹം പറയണത് എന്താ വെച്ച് കഴിഞ്ഞാൽ, എല്ലാ മനുഷ്യനിലും സമൃദ്ധമായുള്ള അനുഗ്രഹങ്ങളെ നമ്മൾ ധ്യാനിക്കുക, അല്ലാതെ എല്ലാവർക്കുമുള്ള ചില ഭൂതകാല നിർഭാഗ്യങ്ങളെയല്ല. പലപ്പോഴും നമ്മളുടെയൊക്കെ ജീവിതത്തിൽ നമ്മൾ ഒന്നല്ലെങ്കിൽ പെട്ട് കിടക്കുന്ന എവിടെയാണെന്നറിയോ? നമ്മുടെ പാസ്റ്റിലാണ്. ആ പാസ്റ്റിൽ തന്നെ നമ്മളിങ്ങനെ ജീവിച്ചുകൊണ്ടിരിക്കും. ആ പാസ്റ്റ് കൊണ്ട് നമുക്ക് എന്തെങ്കിലും ഗുണമുണ്ടോ? ഒരു ഗുണമില്ല. നമ്മൾ ഒത്തിരി ഫ്യൂച്ചറിനെ പറ്റി ഇങ്ങനെ ഉത്കണ്ഠപ്പെടും, അതുകൊണ്ടും നമുക്കൊരു ഗുണമില്ല. പക്ഷെ നമ്മൾക്ക് എന്ത് ചെയ്യാൻ പറ്റണം? നമ്മുടെ ഈ പ്രസൻറ്റ് മൊമെൻറ്റിൽ നമുക്ക് ജീവിക്കാൻ പറ്റുന്ന അവസരം ഈ ഒരു പ്രസൻറ്റിൽ മാത്രമേ ഉള്ളൂ. ഈ ഒരു നിമിഷം മാത്രമാണ് നമ്മൾക്ക് എന്തെങ്കിലും സൃഷ്ടിപരമായിട്ട് ചെയ്യാൻ പറ്റുന്നത്. അപ്പോൾ ആ സൃഷ്ടിപരമായിട്ടുള്ള ക്രിയേഷനാണ് നമ്മൾ ഫോക്കസ് ചെയ്യേണ്ടത്. അതുകൊണ്ട് നമ്മൾ ഇന്ന് ഗ്രാറ്റിറ്റ്യൂഡ് പ്രാക്ടീസ് ചെയ്യുമ്പോൾ നമ്മൾ എപ്പോഴും മനസ്സിലാക്കേണ്ട കാര്യം, എന്ത് കാര്യങ്ങളും ജീവിതത്തിൽ അബണ്ടൻസിലേക്ക് പോകണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? നമ്മൾ ഓൾമോസ്റ്റ് നന്ദിയുള്ളവരാവണം. ആ നന്ദി നമ്മുടെ ജീവിതത്തെ എന്താക്കും? പൊന്നാക്കും. അപ്പോൾ ആ പൊന്നാക്കണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? കൺസിസ്റ്റൻ്റ് ആയിട്ട് ചെയ്യണം, ഡിസിപ്ലിനായിട്ട് ചെയ്യണം, എല്ലാ ദിവസവും ചെയ്യണം. റെഡിയല്ലേ? അപ്പോൾ ഇന്ന് നമ്മൾ ഓൾമോസ്റ്റ് ഇന്നത്തെ പ്രാക്ടീസിൻ്റെ ഏറ്റവും പ്രത്യേകത എന്ന് പറഞ്ഞാൽ, ഞാൻ നിങ്ങളോട് ഇന്നലെ ഒരു കല്ലൊക്കെ എടുത്തു വയ്ക്കാൻ പറഞ്ഞു. ഞാൻ ഇന്ന് യൂസ് ചെയ്യണ ഒരു കല്ലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഞാൻ ശരിക്കും ഒരു ക്രിസ്റ്റലിൻ്റെ ഒരു സ്റ്റോണാണ് യൂസ് ചെയ്യുന്നത്. അതെനിക്കൊരു അനീറ്റ ശരിക്കും എനിക്ക് ഗിഫ്റ്റായിട്ട് തന്നൊരു സ്റ്റോണാണ്. അതാണ് ഞാൻ ഈ ഒരു പ്രാക്ടീസിന് എടുക്കണേ. പക്ഷെ നിങ്ങൾക്ക് അങ്ങനെ ആ പ്രാക്ടീസിന് ക്രിസ്റ്റൽ മേടിക്കണമെന്നൊന്നുമില്ല. നിങ്ങൾക്ക് ഏതെങ്കിലും ഒരു പൂന്തോട്ടത്തിലുള്ള ഒരു കല്ലെടുത്താൽ മതി. അപ്പോൾ അത്യാവശ്യം നിങ്ങൾക്കൊരു വളരെ ചെറിയൊരു കല്ല് മതി, നല്ല ഭംഗിയൊക്കെ ഉള്ളൊരു കല്ല്. വേണമെങ്കിൽ നിങ്ങൾ ഇപ്പോൾ പുഴയുടെ അടുത്തൊക്കെ ഉള്ളവരാണെങ്കിൽ അവിടെ പോയിട്ടൊരു കല്ലെടുക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ. അപ്പോൾ ഒരു ഭംഗിയുള്ളൊരു കല്ല് നിങ്ങൾ എടുക്കുക. ഇതിൻ്റെ കോൺസെപ്റ്റ് എന്താ വെച്ച് കഴിഞ്ഞാൽ, നിങ്ങൾ വായിച്ചിട്ടുണ്ടാവും, ദ സീക്രട്ട് എന്ന് പറഞ്ഞ സിനിമയുണ്ട്, ബുക്കുണ്ട്. ഈ സീക്രട്ടിൽ ലീ ബ്രോവർ എന്ന് പറഞ്ഞൊരാളുണ്ട്. അദ്ദേഹമാണ് ഈ മാന്ത്രിക കല്ലിൻ്റെ പരിശീലനം നമ്മൾക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്തേക്കണേ. അപ്പോൾ എന്താ ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരു മരണാസന്നനായിട്ടുള്ളൊരു കൊച്ചിൻ്റെ അപ്പൻ തൻ്റെ മകൻ്റെ ആരോഗ്യത്തിന് വേണ്ടിയിട്ട് നന്ദി പ്രകടിപ്പിക്കാൻ വേണ്ടിയിട്ട് ഒരു കല്ലുപയോഗിച്ചു. എന്നിട്ട് ഈ കല്ലുപയോഗിച്ച ഓരോ ദിവസവും അദ്ദേഹം ഇങ്ങനെ പ്രാർത്ഥിക്കാൻ തുടങ്ങി, നന്ദി പറയാൻ തുടങ്ങി. എന്താ സംഭവിച്ചതെന്നറിയാമോ? ആ മകൻ അത്രയും മാരകമായിട്ടുള്ള രോഗത്തിൽ നിന്ന് അത്ഭുതകരമായിട്ട് രക്ഷപ്പെട്ടു. അപ്പോൾ ആ കഥ പറഞ്ഞപ്പോഴാണ് ഈ ഒരു സീക്രട്ട് വായിച്ച ആൾക്കാർ മുഴുവൻ, ലോകമെമ്പാടുള്ള ആൾക്കാർ മുഴുവൻ ഉണ്ടല്ലോ, പണത്തിന് വേണ്ടിയിട്ട്, എങ്ങനെ അവരുടെ ആഗ്രഹങ്ങൾ സഫലീകരിക്കാൻ വേണ്ടിയിട്ട്, അവർക്ക് സന്തോഷമുള്ള കാര്യങ്ങൾ അട്രാക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് അവർ ഈ കല്ലിൻ്റെ പരിശീലനം ഉപയോഗിക്കാൻ തുടങ്ങി. അപ്പോൾ ഈ പരിശീലനം എത്ര നാൾ ചെയ്യാൻ തുടങ്ങണോ അതൊക്കെ അവരുടെ ലൈഫിലേക്ക് അട്രാക്റ്റ് ചെയ്യാൻ തുടങ്ങി. അങ്ങനെ വിജയമാകാൻ തുടങ്ങിയപ്പോഴത്തേക്ക് എന്ത് ചെയ്തു? ആൾക്കാരൊക്കെ ഇത് പിന്നെ എല്ലാം ചെയ്യാൻ തുടങ്ങി. അപ്പോൾ അവരങ്ങനെ ഒരു കല്ലൊക്കെ എടുത്തിട്ട് അവർ കയ്യിൽ വെച്ച്, ആ കല്ല് വെച്ച് ശരിക്കും അവർ ചെയ്യാൻ തുടങ്ങി. അപ്പോൾ നമ്മൾ ഈ കല്ല് എടുക്കുമ്പോൾ ഒറ്റ കാര്യം ഞാൻ നിങ്ങളോട് പറഞ്ഞു, ഉള്ളം കയ്യിൽ വിരലിൻ്റെയൊക്കെ ഉള്ളിൽ കൊള്ളണ ലെവലിൽ കുഞ്ഞ് കല്ല് എടുക്കാവുള്ളൂ. ആ കഞ്ഞൊന്ന് കയ്യിലൊക്കെ പിടിക്കണം. ഇങ്ങനെ കൂർത്തൊന്നും ഇരിക്കണത് ചെയ്യരുത്. നല്ല ഭംഗിയുള്ള, നല്ല മിനുസമുള്ള, ഒരു ഭാരമൊക്കെ കുറഞ്ഞ ഒരു കല്ല് വേണം എടുക്കാൻ. ക്രിസ്റ്റൽ എടുത്താൽ ഏറ്റവും നല്ലത്. അപ്പോൾ അങ്ങനെ നമ്മൾക്ക് ഓൾമോസ്റ്റ് ഒരു കല്ലെടുക്കുക. എന്നിട്ട് ആ കല്ല് നമ്മൾ എടുത്തു കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യണമെന്ന് പറഞ്ഞാൽ, നമ്മൾ കിടക്കുന്ന സ്ഥലമില്ലേ, അതിൻ്റെ അടുത്തൊക്കെ നമുക്ക് ട്രോയൊക്കെ ഉണ്ടാവുമല്ലോ, ആ ട്രോയുടെ അടുത്ത് വെച്ചേക്കുക. അപ്പോൾ നമ്മൾ ഉറങ്ങാൻ പോണതിന് മുമ്പാണ് നമ്മൾ ഈ കല്ല് ഉപയോഗിക്കാൻ പോകുന്നത്. അപ്പോൾ എന്ത് ചെയ്യും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മളെപ്പോഴും കാണുന്ന സ്ഥലത്ത് വെച്ചുള്ള ഗുണം എന്നറിയോ? ഉറങ്ങാൻ വേണ്ടി നമ്മൾ ഓർത്തിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? നമ്മൾക്ക് ഇതിനെ യൂസ് ചെയ്യാൻ പറ്റും. അല്ലെങ്കിൽ നമ്മൾ വേഗം കിടന്ന് ഉറങ്ങും, നമ്മളിതെടുക്കാൻ മറന്നു. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും എന്ന് പറഞ്ഞാൽ, ഈ കല്ല് നമ്മൾ കിടന്ന് ഉറങ്ങുന്നതിന് മുമ്പ് എടുക്കും. അന്നേരം ആ കല്ല് കൈ പിടിച്ചിട്ട് നമ്മൾ ഓൾമോസ്റ്റ് ഓർക്കും, എൻ്റെ ജീവിതത്തിലുണ്ടല്ലോ ഇന്നത്തെ ദിവസേ ഞാൻ കടന്നുപോയ ഓരോ മെമ്മറീസിലും കൂടി നമ്മൾ കടന്നു പോകും. രാവിലെ എണീറ്റപ്പോൾ, ഭക്ഷണം കഴിച്ചത്, നമ്മൾ ഓഫീസിൽ പോയപ്പോൾ നമ്മൾക്ക് വന്ന ഓരോരോ മൊമെൻറ്റ്സ് നമ്മളിങ്ങനെ പോകും. അതിൽ ഓരോ നല്ല കാര്യത്തിനും നമ്മൾ നന്ദി പറയും. അപ്പോൾ ഈ കല്ല് കൈ പിടിച്ചിട്ടാണ് പറയണേ. അപ്പോൾ ഓരോ കാര്യവും ഇങ്ങനെ ഓർത്തോർത്ത് അതിന് നന്ദി പറയും. അപ്പോൾ അങ്ങനെ നമ്മൾ ഓരോന്നും ഇങ്ങനെ ചിന്തിച്ചിട്ട് ഏറ്റവും നല്ല കാര്യമുണ്ടല്ലോ നമ്മുടെ ജീവിതത്തിൽ ഇന്ന് സംഭവിച്ച ഏറ്റവും ആ മികച്ചൊരു കാര്യം, ആ ഒരു കാര്യത്തിന് വരെ നന്ദി പറഞ്ഞ് നമ്മൾ അങ്ങോട്ട് നന്ദിയോടെ നമ്മൾ ആ ഓരോ ദിവസത്തെയും നമ്മൾ ഒന്നുകൂടി ഇങ്ങനെ റീപ്ലേ ചെയ്യൂലേ. നമ്മൾ ചില സിനിമയൊക്കെ ഇഷ്ടപ്പെട്ടാൽ പിന്നെയും പോയി കാണൂലേ. അതുപോലെ നമ്മളിങ്ങനെ കാണാൻ തുടങ്ങുമ്പോൾ എന്ത് പ്രശ്നം ഉണ്ടാവും എന്നറിയാമോ?
നമ്മുടെ ലൈഫിലേക്ക് ഇങ്ങനെ ഒരു മെമ്മറി വരും, അനുഗ്രഹമുള്ളൊരു ദിവസത്തിൻ്റെ ഒരു നല്ല ഓർമ്മകൾ. ആ ഓർമ്മകൾ നമുക്ക് എന്ത് സംഭവിക്കും, പല നല്ല കാര്യങ്ങളും നമ്മളിങ്ങനെ ഓർത്തോർത്തോർത്ത് വരുമ്പോൾ ആ ഓരോ മികച്ച കാര്യത്തിനും നമ്മളിങ്ങനെ കണ്ടുപിടിക്കാൻ തുടങ്ങും. ആ മികച്ച അന്വേഷിച്ച് വരുമ്പോഴത്തേക്കും നമ്മൾ നോക്കും, ഞാൻ എന്ത് ഗ്രേറ്റ്ഫുൾ ആയിട്ടൊരു മനുഷ്യനാണ്, എൻ്റെ ജീവിതം മുഴുവൻ അബണ്ടൻസ് ആണേ, എന്നെ സപ്പോർട്ട് ചെയ്യുന്ന ആൾക്കാരുടെ ഒരു നിര തന്നെയുണ്ട്, ഞാൻ അടിപൊളിയാണ് എന്നുള്ളൊരു ചിന്തയിൽ നമുക്ക് ഉറങ്ങാൻ പറ്റും. അപ്പോൾ എന്നിട്ട് എന്ത് ചെയ്യുക, നമ്മുടെ ജീവിതത്തിൽ അന്ന് സംഭവിച്ച ഏറ്റവും മികച്ച കാര്യത്തിന് നമ്മൾ നന്ദി പറയുക. നന്ദി പറഞ്ഞിട്ട് നമ്മൾ ഓൾമോസ്റ്റ് മൂവ് ഔട്ട് ചെയ്യുക. അതാണ് നമ്മളുടെ മാന്ത്രിക പരിശീലനം. പക്ഷേ ഈ ഒരു പരിശീലനമൊക്കെ ചെയ്ത് കഴിയുമ്പോൾ ഒരു കാര്യം നിങ്ങൾ മറക്കരുത് കേട്ടോ, നമ്മൾ എല്ലാ ദിവസവും ചെയ്യേണ്ട ഒരു പ്രാക്ടീസ് ഉണ്ട്. എന്താണ്? ഇന്നത്തെ ദിവസം വൈകുന്നേരം കിടക്കാൻ പോവല്ലേ, ഇന്നത്തെ ദിവസത്തെ 10 അനുഗ്രഹങ്ങളോട് ബുക്കിൽ എഴുതണം. നമ്മുടെ ആ ഗ്രാറ്റിറ്റ്യൂഡ് ജേർണൽ ഉണ്ടല്ലോ, നിങ്ങൾക്ക് എന്തായാലും ഗ്രാറ്റിറ്റ്യൂഡ് ജേർണൽ ഞാൻ പ്രിന്റ് ചെയ്യണുണ്ട്. എന്നിട്ട് ഞാൻ നിങ്ങൾക്ക് ഓൾമോസ്റ്റ് ആ ഒരു ജേർണൽ തരാൻ ഒത്തിരി ആൾക്കാർ എന്നോട് ചോദിക്കുന്നുണ്ട് ഗ്രാറ്റിറ്റ്യൂഡ് ജേർണലിനെ പറ്റി. അപ്പോൾ ലോ ഓഫ് അട്രാക്ഷൻ്റെ കിറ്റൊക്കെ ഞാനിപ്പോൾ എന്തായാലും ഈ ദിവസങ്ങളിൽ ഞാൻ ഓൾമോസ്റ്റ് അത് റെഡി ആക്കുന്നുണ്ട്. അപ്പം നിങ്ങൾക്ക് ഉറപ്പായിട്ടും എല്ലാ പ്രാക്ടീസുകളും ചെയ്യാനായിട്ടുള്ള ഒരവസരമൊക്കെ ഉണ്ടാവും. അപ്പം നിങ്ങൾക്ക് എവറി ഡേ ആ ഒരു ജേർണലിലൊക്കെ എഴുതുമ്പോൾ നമുക്ക് ഭയങ്കര സന്തോഷമാണ്. അപ്പോൾ ഇന്നൊരു ബുക്കെങ്കിലും എടുക്കുക, ആ ബുക്കിൽ 10 അനുഗ്രഹങ്ങളെങ്കിൽ എഴുതുക. ആ ഓരോ അനുഗ്രഹങ്ങളുടെ പട്ടിക ഇങ്ങനെ ഉണ്ടാക്കുക. എന്നിട്ട് നമ്മൾ ഓരോ അനുഗ്രഹങ്ങൾ എഴുതുമ്പോൾ ഞാൻ നിങ്ങളോട് പറഞ്ഞു എന്തുകൊണ്ടാണ് നമ്മൾ ഈ നന്ദി എഴുതണമെന്ന് നമുക്ക് ബോധ്യം ഉണ്ടാവണം കേട്ടോ. എന്നിട്ട് നമ്മൾ ഓരോ കാര്യവും എഴുതിയിട്ട് നമ്മൾ നന്ദി പറയുക. ആ നന്ദി ഇങ്ങനെ ഓരോന്നും നമ്മൾ പറയും തോറും നമ്മൾക്കത് കൂടിക്കൂടി വരും. അപ്പോൾ നമ്മൾ ഓൾമോസ്റ്റ് ചിന്തിക്കണം, എന്താണ് ഞാൻ ഇന്ന് ഓൾമോസ്റ്റ് എൻ്റെ ജീവിതത്തിൽ എന്തിനാണ് ഞാൻ നന്ദി പറയേണ്ടത്. അപ്പോൾ അത് അങ്ങനെയുള്ള ലെവലിലേക്ക് നമ്മളിങ്ങനെ ചെയ്യണ ലെവലിലേക്ക്, പ്രപഞ്ചത്തിന് ഞാൻ നന്ദി പറയുന്നു, ഇന്ന് ഏറ്റവും കൂടുതൽ സന്തോഷവതിയായിട്ട് അനുഗ്രഹീതയായിട്ട് സംതൃപ്തിയായിട്ട് എനിക്ക് ജീവിക്കാൻ കഴിയുന്നതിന് ഞാൻ എൻ്റെ യൂണിവേഴ്സിനോട് നന്ദി പറയുന്നു. എന്നെ എന്ന് സപ്പോർട്ട് ചെയ്യണതിന്, എന്നെ എപ്പോഴും കാത്ത് സംരക്ഷിക്കുന്നതിന് ഞാൻ നന്ദി പറയുന്നു. എൻ്റെ ഒരു ബോഡി വെയ്റ്റ്, നമ്മൾ ആ ട്രീം ചെയ്യുന്ന ബോഡി വെയ്റ്റ് ഇല്ലേ, ചില ആൾക്കാർ ചിലപ്പോൾ 60 kg ആയിരിക്കും, ചില ആൾക്കാർ 70 kg ആയിരിക്കും. എന്താണോ നിങ്ങളുടെ ഒരു ബോഡി വെയ്റ്റ് മെയിൻറ്റെയിൻ ചെയ്യാൻ ഉദ്ദേശിക്കണേ, ആ വെയ്റ്റിലേക്ക് നിങ്ങൾ എത്തിയതിന് നിങ്ങൾക്ക് നന്ദി പറയാം. അതായത് ചിലപ്പോൾ നടന്നിട്ടുണ്ടാവില്ല, പക്ഷെ നടക്കാനായിട്ട് നിങ്ങൾ ആഗ്രഹിക്കുന്ന കാര്യത്തിന് പോലും നിങ്ങൾക്ക് നന്ദി എഴുതാം. ഒരു ഹെൽത്തി ആയിട്ടുള്ള ഫുഡ് എന്നും എൻ്റെ അമ്മ അല്ലെങ്കിൽ എൻ്റെ പങ്കാളി ഉണ്ടാക്കി തരുന്നുണ്ട്, അതെനിക്ക് ലഭിക്കുന്നതിന് ഞാൻ നന്ദി പറയുന്നു. അങ്ങനെ എന്ത് കാര്യങ്ങളും എല്ലാ ദിവസവും എക്സസൈസ് ചെയ്യാനായിട്ട് എനിക്ക് പറ്റണതിന് ഞാൻ നന്ദി പറയുന്നു. അപ്പോൾ എന്നെ പതിവായിട്ട് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ എന്നെ സംരക്ഷിക്കുന്ന എൻ്റെ സുഹൃത്തുക്കൾക്ക് ഞാൻ നന്ദി പറയുന്നു. എൻ്റെ ജീവിതത്തിൽ എനിക്ക് ലഭിക്കുന്ന പണത്തിന് ഞാൻ പ്രപഞ്ചത്തിന് നന്ദി പറയുന്നു. എൻ്റെ സമ്പാദ്യങ്ങൾക്ക്, എൻ്റെ അസറ്റിന് ഞാൻ നന്ദി പറയുന്നു. എൻ്റെ നല്ല ബന്ധങ്ങൾക്ക് ഞാൻ നന്ദി പറയുന്നു. ഇങ്ങനെ നിങ്ങൾക്ക് എഴുതാൻ തുടങ്ങിയാൽ ഇഷ്ടം പോലെ ഉണ്ടാവും. അപ്പോൾ അവയെല്ലാം ഒന്ന് കണ്ടെത്തിയിട്ട് ഓരോന്ന് എഴുതിയിട്ട് നന്ദി 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 എന്ന് പറഞ്ഞിട്ട് എഴുതാം. പിന്നെ ഞാൻ പറഞ്ഞു, നമ്മൾ ആദ്യം തന്നെ മാന്ത്രിക കല്ലിന് കണ്ടെത്തി അത് ഉപയോഗിച്ചിട്ട് നമ്മൾ ഓരോ കാര്യങ്ങളും മൊമെൻറ്റും നന്ദി പറഞ്ഞു. അപ്പോൾ നമ്മൾക്ക് എന്ത് ചെയ്യാം, ഇനി നമുക്ക് നല്ല സമാധാനമായിട്ട് കിടന്നുറങ്ങാം. ഇനി നാളെ നമുക്ക് പുതിയ കാര്യങ്ങൾ പഠിക്കാം, എങ്ങനെയാണ് അടുത്ത ദിവസത്തെ പ്രാക്ടീസ്. അപ്പോൾ ഈ ഒരു പ്രാക്ടീസൊക്കെ തുടങ്ങിയിട്ട് നിങ്ങൾക്ക് എങ്ങനെ തോന്നുന്നു എന്നുള്ളത് ഒന്ന് കമൻ്റായിട്ട് രേഖപ്പെടുത്താൻ മറക്കരുത് കേട്ടോ. കാര്യം നിങ്ങൾ എന്താണോ നിങ്ങൾ പറയണത് അത് കേൾക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഒത്തിരി അധികം കൊതിയോടെ കാത്തിരിക്കുന്നുണ്ട്. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ എന്തായാലും അതിനോട് ഇഷ്ടം കമൻ്റായിട്ട് രേഖപ്പെടുത്തണം. അപ്പോൾ നാളെ വീണ്ടും നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക്